സുബൈനയുടെ കോമ്പോ എഴുന്ന ശുക്രൻ തൂക്കി പടം. നല്ല ത്രില്ലിംഗ് ആണ് പടം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുടുംബസമേതം വന്നത് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ത്രില്ലർ ജോണറിൽപ്പെട്ട ഒരു പടമാണ്. സത്യം പറഞ്ഞാൽ പടം ആറാട്ടിക്കുകയാണ്. ഓക്കെ, താങ്ക് യുടാ. നല്ല അടിപൊളി പടമായിരുന്നു, നല്ല പടം. നന്നായിരിക്കുന്നു. വളരെ നല്ലൊരു മൂവിയാണ്. കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ഒരു മൂവിയാണ്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയാണ്. അല്ല, എല്ലാവർക്കും തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള മൂവിയാണ്. നമ്മളുടെ സാധാരണ ജീവിതത്തിൽ നടക്കാവുന്ന സംഭവങ്ങൾ കോർത്തിണക്കി നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. ഒട്ടും ബോറടിയില്ല. നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തരം പറയുന്ന ഫാമിലിക്ക് നന്നായിട്ടുള്ള ഹ്യൂമർ രാഹുലിൻ്റെ പടം എന്ന് വിചാരിച്ചപ്പോൾ ഒരു കോമഡി പടം എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണാൻ വന്നത്. പക്ഷേ ഇതൊരു കോമഡി പടം മാത്രമല്ല, ത്രില്ല്, ട്വിസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. ആക്ടേഴ്സ് തൊട്ട് ഡയറക്ടേഴ്സ് വരെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു പ്രീസ്റ്റോട് തോന്നി. പിന്നെ അതിൽ ആസിക്കയുടെ ആക്ഷൻ ഉണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നീ പ്രതീക്ഷിക്കില്ല. നല്ല പടം, നല്ല ഫീൽ ഗുഡ്, സൂപ്പറാണ്. പടം നല്ല പടമാണ്, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പടം കൊള്ളാം. നല്ല പടമായിരുന്നു. നല്ലൊരു നീറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫാമിലിയായിട്ട് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ പടമാണ്. നല്ല പിള്ളേർ നല്ല രുചി ചെയ്തിട്ടുണ്ട്. എല്ലാ പിള്ളേരും നല്ല. പിന്നെ ബിപിൻ ജോർജിൻ്റെ പെർഫോമൻസ് നല്ല രസമായിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ്. എല്ലാവരും വന്ന് കാണാൻ എന്തായാലും. നമ്മുടെ പടമായതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ജഡ്ജ്മെന്റ് എങ്ങനെ പറയണം എന്നുള്ളത് അവര് പറയണം, കാണുന്നവര് പറയട്ടെ. അല്ല, ഓഡിയൻസിന്റെ അവര് നല്ല ഹാപ്പിയാ, അവരാ പറയട്ടെ. നമ്മുടെ പടമല്ല, അവര് പറയട്ടെ. പടം അടിപൊളി, സൂപ്പർ, കണ്ടിരിക്കാം. നല്ല എല്ലാവർക്കും പാട്ടുകളും അതുപോലെ തന്നെ ഇതിനകത്തെ എല്ലാ സീൻസുകളും ഒക്കെ നന്നായിട്ട് വന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പാട്ടുകളാണേലും 1 മില്യന് മുകളിലേക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഒരുപാട് സന്തോഷം. പടം അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഈ ശുക്രനിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും സിനിമ വന്ന് കാണുക, അടിപൊളിയാണ്. നിങ്ങളെല്ലാവരുടെയും ശുക്രൻ തെളി. ഭയങ്കര സന്തോഷമായി. കാരണം ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും ചേർന്ന് ഞാൻ ആദ്യമായിട്ടാണ് അവരിങ്ങനെ കൊണ്ടുവന്നത് എൻ്റെ ഒരു വർക്കിൽ. ഭയങ്കര സന്തോഷം, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഫൈറ്റ് വർക്കൗട്ടുണ്ട്, ത്രില്ലർ വർക്കൗട്ടുണ്ട്, റൊമാൻസ് വർക്കൗട്ടുണ്ട്. മെയിനായിട്ട് നീ പറഞ്ഞ പോലെ ചന്തുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വർക്കായി. അത് ഭയങ്കര രസമുണ്ട്. ഒരു ടീമെന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളാണ്, പ്രേക്ഷകർ എപ്പോഴുള്ള ഒരാളാണ്. അപ്പോൾ ഈ പടം ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. ഞാനെന്ന് പറഞ്ഞില്ലേ, 30 മാർഗങ്ങൾക്ക് ശേഷം ഇത്തിരി പണിയെടുത്ത വേറൊരു ടൈപ്പ് പടമല്ലേ, അതുണ്ട്, കാണാനുണ്ടല്ലോ. അല്ലേ, ഫസ്റ്റ് ഹാഫിലൊക്കെ എനിക്ക് ഇങ്ങനെ വരുമെന്ന് എനിക്ക് പേടിയായിരുന്നു. കുറച്ച് ആൽക്കഹോളിക്കൊക്കെ ഉള്ള, അപ്പോൾ നമ്മളെ പിടിക്കപ്പെടും പെട്ടെന്ന്. അഭിനയമൊക്കെ പെട്ടെന്ന് ഓവറാവാനും ഒക്കെ സാധ്യതയുള്ള പരിപാടിയായിരുന്നു. പക്ഷെ രക്ഷപ്പെട്ട് പോകുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും കൂടെ നന്നായിട്ടുണ്ട്. ഇതില് അഭിനയിച്ചേക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സെക്കൻഡ് ഹാഫ് ഞാൻ എടുത്തു പറയേണ്ടത് നമ്മുടെ അസീസിക്ക നല്ല ഗംഭീര ക്യാരക്ടർ, ഗംഭീരമായിട്ടുണ്ട്. അസീസിക്കാരുടെ കിട്ടിലും ഫൈറ്റൊക്കെ ഉണ്ട്. പിന്നെ കോട്ടയം നസീർക്ക, എല്ലാവരും എടുത്തെടുത്ത് പറയുന്നത് 2 പിള്ളേർ അഭിനയിച്ചിട്ടുണ്ട്, അവർ നന്നായിട്ടുണ്ട്. വിപിൻ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഷൈൻ ടോം വന്നിട്ട് പടത്തിന് വേറൊരു ലെവലിലേക്ക് ഒരു മീറ്റർ കുറച്ചുകൂടി പൊക്കിക്കൊണ്ടുപോകും. എന്തായാലും എല്ലാവർക്കും വന്ന് സമാധാനത്തോടെ കാണാൻ പറ്റിയൊരു മൂവി. നന്നായിട്ടുണ്ട്.